ശ്രീ എം എൻ കാരശ്ശേരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം എൻ കാരശ്ശേരി, വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് കുട്ടികൾ എത്ര വേണം എന്നുള്ളത്. മറ്റു പല രാജ്യങ്ങളുടേതും പോലെ കുട്ടികളുടെ എണ്ണം കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളൊന്നും നേരിടേണ്ടി വരുന്ന രാജ്യമല്ല നമ്മുടേത്. അത്തരത്തിലുള്ള ചില രാജ്യങ്ങളുണ്ട് താനും. പക്ഷേ ഇവിടെ സ്വാമി ചിദാനന്ദപുരി പറയുന്നത് ഹൈന്ദവ കുടുംബങ്ങളിൽ 3 അതിലധികമോ കുട്ടികൾ വേണം, 4ാമതൊരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ സന്യാസിയാക്കാൻ വിടണം, അങ്ങനെയൊക്കെയുള്ള ചില നിർദ്ദേശങ്ങളാണ്. നിലവിലെ സാമൂഹിക അവസ്ഥയ്ക്ക് നിരക്കുന്ന ഒരു സന്ദേശമാണോ സ്വാമി നൽകിയിട്ടുള്ളത്? ബഹുമാനപ്പെട്ട സ്വാമി ചിദാനന്ദപുരി പറഞ്ഞ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്തുകൊണ്ടാന്ന് വിചാരിച്ചാല് കുട്ടികൾ അധികമാവുമ്പോ അതിന്റെ ദുരിതം പേരേണ്ടി വരുന്ന സ്ത്രീകളാണ്. ഇത് സമ്പത്തിന്റെ മാത്രം കാര്യമല്ല. കുട്ടികളെ ഗർഭം ധരിക്കുക, പ്രൊഫസർ എം എൻ കാരശ്ശേരി, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈനിൽ തടസ്സങ്ങളുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ എം എൻ കാരശ്ശേരി സൂചിപ്പിച്ചു വെച്ച കാര്യം താങ്കൾക്കും ബോധ്യപ്പെടുന്നു എന്ന് തോന്നുന്നു. അത് സാമ്പത്തികമായ വശത്തിൻ്റെ മാത്രമല്ല എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ ഇത് സ്ത്രീകൾ ഉൾപ്പെടെ നേരിടാൻ പോകുന്ന പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, സ്ത്രീകളും ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇപ്പോൾ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും സ്ത്രീകളും ജോലികളിൽ ഉൾപ്പെടെ എം എൻ കാരശ്ശേരി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. തുടരും. ഈ ദുരിതം മുഴുവൻ സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. ഇപ്പോ ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞാല്, എന്റെ ഉമ്മ 7 പെറ്റു, എന്റെ അളിയന്റെ ഉമ്മ 12 പെറ്റു, എന്റെ ഭാര്യ 3 പെറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ ഭാര്യക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റി. ഇതൊരു സ്വന്തമായിട്ട് പഠിക്കുകയോ ജോലിക്ക് പോവുകയോ എന്തെങ്കിലും വരുമാനം നേടുകയോ സ്വന്തം നിലയ്ക്ക് ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയോ ചെയ്യാനുള്ള ഒരു സ്ത്രീയുടെ എല്ലാ നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുന്ന ഒന്നാണ് ശൈശവ വിവാഹം. വേറെ ഒന്നാണ് ഈ ധാരാളം സന്താനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് വലിയ വിമോചനം കൊടുത്തത് സന്താന നിയന്ത്രണമാണ്. 69-70 കാലത്ത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അതിനെ എതിർത്തു. മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ വലിയ ബഹളമായിരുന്നു സന്താന നിയന്ത്രണം എന്ന് പറഞ്ഞപ്പോ. ഇപ്പൊ ആ ബഹളമൊന്നും ഇല്ല. അപ്പോ കുറച്ചു മുമ്പ് ഏതോ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങൾ പറഞ്ഞു കുട്ടികൾ അധികമുള്ള കുടുംബത്തിന് അവര് എന്തോ പൈസ കൊടുക്കും. അപ്പോ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അന്നൊരു ചർച്ചയിൽ ഒരു പാതിരി പറഞ്ഞത്, അപ്പൊ ദാരിദ്ര്യമുള്ള കുടുംബത്തിന് കൊടുക്കും പറഞ്ഞാൽ പോരെ, 5 കുട്ടികളായാൽ കൊടുക്കുക. അപ്പോ ക്രിസ്ത്യൻ സമൂഹത്തില് സന്യാസത്തിനെതിരായിട്ട് വലിയ ചർച്ച നടക്കുകയാണ്. കന്യാസ്ത്രീ ആവാനും പള്ളിലച്ചനാവാനൊക്കെ പോകുന്ന ആളുകൾക്കെതിരായിട്ട് വലിയ ചർച്ച അവിടെ നടക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ചിദാനന്ദപുരി എന്ന് പറയുന്നത് സന്യാസിയാവാൻ ആള് വേണം. അതിപ്പോ അദ്ദേഹത്തിന്റെ താല്പര്യം. ഞാൻ പറയുന്നത് അതിപ്പോ സന്യസിക്കാൻ ഏറ്റവും നല്ല ജീവിതം എന്ന് പറയാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശമുണ്ട്, ഇതും പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സ്ത്രീകളെ മോചിപ്പിക്കുക, അതായത് സ്ത്രീകളെ എന്നും പേറ്റ് യന്ത്രങ്ങളാക്കി നിർത്തുക, ഇത് ഏറ്റവും അധികം ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ ഇടയ്ക്കാണ്. ഇപ്പോഴും ബാലികാ വിവാഹത്തെയും സന്താന ലാഭത്തെയും ഒക്കെ കൊണ്ടാടുന്ന പ്രധാനപ്പെട്ട കൂട്ടർ മുസ്ലിങ്ങളാണ്. അവര് പോലും പല കാര്യത്തിലും ഇപ്പൊ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ സന്താന നിയന്ത്രണം നടപ്പാക്കി എത്രയെങ്കിലും മുസ്ലിം കുടുംബങ്ങളുണ്ട്. അപ്പൊ ഇത് ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു പ്രശ്നമായിട്ട് കാണാതെ ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് കാണണം. കാരണം പ്രസവിക്കുക എന്ന് പറയുന്നത് വേറൊരു ഏർപ്പാട് അതിന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഗർഭം ധരിക്കുക, 10 മാസം ചുമന്ന് നടക്കുക, പ്രസവിക്കുക, മുലയൂട്ടുക, കുട്ടികളെ 10, 12, 15 വയസ്സ് വരെ വളർത്തുക, ഇത് മുഴുവൻ സ്ത്രീയെ തടവിലിടുന്ന ഒരു പണിയാണ്. 1, 2 കുട്ടികളാണെങ്കിൽ ഇത്ര ഭാരമില്ല. അതുകൊണ്ട് സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് നിർഭാഗ്യവശാൽ ചിദാനന്ദപുരി നടത്തിയത്. പിന്നെ ഈ പ്രസ്താവന നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചേരിതിരിവ് ഉണ്ടാക്കും. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ എം എൻ കാരശ്ശേരിയുടെ പ്രതികരണം ശ്രദ്ധിച്ചു കാണുമല്ലോ. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. യെസ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. പ്രൊഫസർ എം എൻ കാരശ്ശേരി, ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഇവിടെ തന്നെ അദ്ദേഹം ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത്
ഈ മുസ്ലിം ഭൂരിപക്ഷത്തെ തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അതായത് മുസ്ലിങ്ങൾ ജനസംഖ്യ കൊണ്ട് ലോകത്തെ കീഴടക്കും എന്നാണ് കേണൽ ഗദ്ദാഫി പറഞ്ഞത് എന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിന്റെ ഭാഗമാക്കുന്നുണ്ട്. അപ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് അടക്കം വരുമ്പോൾ അധികാര കേന്ദ്രങ്ങൾ നിശ്ചയിക്കുന്നതിലടക്കം സമുദായം എന്നതൊരു ഘടകമായി നിൽക്കുകയും അങ്ങനെ ആ അവകാശങ്ങൾ പോലും നാളെ ഇല്ലാതായേക്കാം എന്ന ഒരു ഭീതി കൂടി പടർത്തുന്നുണ്ടോ സ്വാമിയുടെ വാക്കുകൾ? ഇത് എന്നത്തെ കാര്യമാണ് ബഹുമാനപ്പെട്ട സ്വാമി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന കൂട്ടരാണ് മുസ്ലിങ്ങൾ. കേണൽ ഗദ്ദാഫി ജീവിച്ചത് ലിബിയയിലാണ്. അവിടെ അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും പലതും നടക്കുന്നുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ സ്ത്രീകള്, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകള് ഇങ്ങനെ ധാരാളമായി പെറ്റുകൂട്ടണം എന്ന് പറയുമ്പോൾ ഇത് പുരുഷന്മാർക്ക് ഏറ്റെടുക്കാവുന്ന ഒരു പണിയല്ല, സ്ത്രീകളെ മാത്രം തടവിലിടുന്ന ഒരു പണിയാണെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ആലോചിക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഇന്ന് കണക്ക് കൂട്ടിയിട്ട് അന്ന് ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ എത്രയായിരിക്കും, മുസ്ലിങ്ങളുടെ എത്രയായിരിക്കും എന്നൊക്കെ കണക്ക് കൂട്ടുന്നതിന് വല്ല അർത്ഥമുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഏതൊക്കെ തരത്തിലാണ് ആളുകൾ ഇപ്പം പറയുന്നത് ഇന്ത്യയിൽ തന്നെ മുസ്ലിം ജനസംഖ്യ 24.6% കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദു ജനസംഖ്യ 4.5% കുറഞ്ഞു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഔദ്യോഗികമായ ഒരു കണക്ക് ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിൽ പോലും ഈ രീതിയിലാണ് ഈ കണക്ക് എനിക്ക് അറിയുന്ന ഒരു കണക്കല്ല ഇത്. ഞാൻ അങ്ങനെ എവിടെയും വായിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് സത്യമായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അറിയാത്ത എങ്ങനെ ഞാൻ പറയാം. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഹിന്ദു സമൂഹത്തിലെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ സ്ത്രീകളെ ബലിയാടുകളാക്കിയിട്ട് ഈ തരത്തിലുള്ള അധികാര രാഷ്ട്രീയത്തിന്റെ കളി കളിക്കരുത്. അത് ശരിയല്ല. കാരണം ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾക്ക് പഠിക്കണ്ടേ, അവർക്ക് ജോലിക്ക് പോകണ്ടേ, അവർക്ക് സിനിമയിൽ അഭിനയിക്കണ്ടേ, അവർക്ക് നാടകത്തിൽ അഭിനയിക്കണ്ടേ, പത്രപ്രവർത്തനം നടത്തണ്ടേ, അവർക്ക് ഗവേഷണം നടത്തണ്ടേ. അപ്പൊ അവർക്ക് സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം ഒക്കെ നിഷേധിക്കുന്ന ഒരു പണിയാണ് ധാരാളം സന്താനങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. മണൽത്തരികളെ പോലെ പെറ്റുപെരുകാൻ ക്രിസ്തു പറയും, മുഹമ്മദ് നബി പറയും. അതൊക്കെ ഏതാ നൂറ്റാണ്ട്? 2000 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ് ക്രിസ്തു. 1400 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ് മുഹമ്മദ് നബി. അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, അവരുടെ വംശം ഒക്കെ ആളുകൾ എണ്ണം കുറഞ്ഞ ഒരു വംശമാണ് അറബികൾ. അത് തന്നെയാണ് പലസ്തീനിലെ സ്ഥിതി, ഇസ്രായേലിലെ സ്ഥിതി. അപ്പോ അങ്ങനെയല്ല. അപ്പോ കേരളത്തിലാണെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സ്ഥലം ഇവിടുത്തെ വൈപ്പിനാണ്, എറണാകുളം ജില്ലയിലെ. അപ്പൊ ഇവിടെ കുട്ടികൾ ഇല്ലാത്ത പ്രശ്നമല്ല, കുട്ടികൾ ഉണ്ടായതിന്റെ പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു 50-60 കൊല്ലം മുമ്പ് നമ്മളിവിടുത്തെ അന്നത്തെ ആളുകളുടെ ദാരിദ്ര്യം ഇന്ന് മിക്ക സമൂഹത്തിലും ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ സ്ത്രീകളുടെ സാമൂഹ്യ ജീവിതം എന്ത് ചെയ്യും? അവര് 10 വയസ്സും 12 വയസ്സുള്ളപ്പോ കെട്ടിക്കുക, 14 വയസ്സോ 15 വയസ്സോ ആകുമ്പോൾ പ്രസവിക്കുക, അങ്ങനെ 8 10 കുട്ടികളെ പ്രസവിക്കാന്ന് പറയുമ്പോൾ അടുക്കളയിലെ തടവുകാരിയാക്കി സ്ത്രീയെ മാറ്റാനുള്ള ഒരു പണിയാണിത്. വളരെ നന്ദി പ്രൊഫസർ എം എൻ കാരശ്ശേരി പ്രതികരിച്ചതിന്. ഇപ്പോൾ ടി.എ. മുജീബ് റഹ്മാൻ, കേരള മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധി ആണ് ഉള്ളത്. ശ്രീ മുജീബ് റഹ്മാൻ, ഇവിടെ സ്വാമി ചിദാനന്ദപുരി പറയുന്നത് ഹൈന്ദവ കുടുംബങ്ങളിൽ 3 അതിൽ അധികമോ മക്കൾ ഉണ്ടാകണം, 4 മക്കൾ ഉണ്ടെങ്കിൽ അതിലൊരാളെ സന്യാസത്തിന് വിടണം എന്നത് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളാണ്. ഇത് ഈ ജനസംഖ്യ കുറയുന്നത് ഹൈന്ദവ വിഭാഗത്തെ അപകടത്തിലാക്കും എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് സ്വാമി ചിദാനന്ദപുരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതര മതവിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗത്തിലൊക്കെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്, കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നുകൂടിയാണ്.